നമസ്കാരം. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ അത് പരസ്യപ്പോരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമായി മാറുന്നു. പോലീസ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിക്കുന്നു. കോൺഗ്രസ് നേതാവിന്റെ വീട് കയറി ആക്രമണമുണ്ടാകുന്നു. അങ്ങനെ പല രീതിയിലേക്ക് ആ സംഘർഷം മാറുന്നു എന്നുള്ളതാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് അവിടെ മഞ്ചേരിയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ചെട്ടിയങ്ങാടിയിലാണ് ഈ അപകടമുണ്ടായത്. ഡ്രൈവർ ഉൾപ്പെടെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത്. സമീർ ബിൻ കരീമുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ സമീർ, എങ്ങനെയാണ് അപകടമുണ്ടായത്? സമീർ, ഉന്മേഷ്, ഈ ശബരിമല ഭക്തർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മലപ്പുറം മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ വെച്ചായിരുന്നു അപകടം. അപ്പോൾ ഉടൻ തന്നെ ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ മറ്റു സ്വകാര്യ ആശുപത്രികളും പ്രവേശിപ്പിച്ചെങ്കിലും ഇപ്പോൾ മരണം 4 ഇരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അബ്ദുൽ മജീദും ഒപ്പം തന്നെ 2 സ്ത്രീകളും 2 കുട്ടികളും ഇങ്ങനെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. മറ്റു 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇവരുടെ എല്ലാവരുടെയും മൃതദേഹം നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ഒരാളുടെ മാത്രമാണ് നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും ഈ മഞ്ചേരി പ്രദേശത്തുള്ള ആളുകളാണ് ഈ മരിച്ച ആളുകൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഓട്ടോയിൽ സഞ്ചരിച്ച ഈ ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ശരി. മലപ്പുറം മഞ്ചേരിയിലാണ് അപകടമുണ്ടായത്. 4 മരണം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, 6 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ പിതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. മാവേലിക്കര നക്ഷത്ര കൊലക്കേസിലെ പ്രതി ശ്രീ മഹേഷാണ് ട്രെയിനിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ശാസ്താംകോട്ടയിൽ വെച്ച് ട്രെയിൻ യാത്രക്കിടെ പുറത്തേക്ക് ചാടുകയായിരുന്നു. വിചാരണയ്ക്ക് ശേഷം ആലപ്പുഴയിലെ കോടതിയിൽ നിന്ന് തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ട്രെയിനിൽ നിന്ന് ചാടിയത്. വിശദാംശങ്ങളുമായി അരുൺ രാജാണ് ഇപ്പോൾ ചേരുന്നത്. അരുൺ, ഇത് നാടിനെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പുനർവിവാഹത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണല്ലോ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. പ്രതി ഇപ്പോൾ ജീവനൊടുക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം, അരുൺ? ഉന്മേഷ്, 2023 ജൂൺ 7-നാണ് മാവേലിക്കരയിൽ 6 വയസ്സുകാരിയായ നക്ഷത്രയെ പിതാവായ ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയ വിവരം പുറത്തേക്ക് വരുന്നത്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: പുനർവിവാഹത്തിന് നക്ഷത്ര തടസ്സമാകുമെന്ന് കരുതിയാണ് നക്ഷത്രയെ കൊലപ്പെടുത്താൻ പിതാവ് ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം ജയിലിലേക്ക് പോയ ശ്രീ മഹേഷ് ജയിലിനുള്ളിൽ വെച്ച് ആദ്യഘട്ടത്തിൽ കൈഞ്ഞിരുമ്പ് ബ്ലേഡ് കൊണ്ട് മുറിച്ചിരുന്നു, ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു. അവിടെ നിന്ന് പിന്നീട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ഇവിടെ ഇന്ന് വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇന്ന് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി യുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾക്കായാണ് ഇന്ന് ആലപ്പുഴയിലേക്ക് ശ്രീ മഹേഷിനെ കൊണ്ടുവന്നത്. ആലപ്പുഴയിൽ ശ്രീ മഹേഷിന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം മടങ്ങുന്ന വഴിക്കാണ് ഉച്ചയ്ക്ക് 2 മണിയോടെ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിയ ശേഷം ട്രെയിനിൽ നിന്ന് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയത്. തുടർന്ന് തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. നിലവിൽ ശ്രീ മഹേഷിന്റെ മൃതശരീരം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. പോലീസ് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റിയ ശേഷം ശ്രീ മഹേഷ് ട്രെയിനിന് പുറത്തേക്ക് ചാടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ജനുവരി 16 മുതൽ, അടുത്ത വർഷം ജനുവരി 16 മുതൽ സാക്ഷി വിസ്താരവും ഈ കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികളും തുടങ്ങാനിരിക്കെയാണ് ശ്രീ മഹേഷിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഇത് നാടിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിൽ എന്താണെന്ന് പരിശോധിക്കാം. പുനർവിവാഹത്തിന് മകൾ തടസ്സമാകും എന്ന തോന്നലാണ് ശ്രീ മഹേഷിനെ അതിക്രൂരമായ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത്. സർപ്രൈസ് നൽകാം എന്ന് പറഞ്ഞ മകളെ വീട്ടിലെത്തിച്ച ശേഷമായിരുന്നു അതിക്രൂരമായ ഈ കൊലപാതകം. 2023 ജൂൺ 7-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം. സോഫയിലിരുന്ന് പഠിക്കുകയായിരുന്ന 6 വയസ്സുകാരി നക്ഷത്രയ്ക്ക് ടാബിൽ ഗെയിം വെച്ചുകൊടുത്ത ശ്രീ മഹേഷ് തിരിഞ്ഞിരുന്നാൽ സർപ്രൈസ് നൽകാമെന്ന് പറഞ്ഞു. അച്ഛന്റെ സർപ്രൈസിനായി കാത്തിരുന്ന നക്ഷത്രയെ ശ്രീ മഹേഷ് മഴുകൊണ്ട് ആഞ്ഞുവെട്ടി. കൊലയ്ക്കായി ശ്രീ മഹേഷ് പ്രത്യേകം മഴു പണിയിച്ചിരുന്നു. കരച്ചിൽ കേട്ട് ഓടിവന്ന അമ്മയെയും ഇയാൾ ആക്രമിച്ചു. നക്ഷത്ര കൊല്ലപ്പെടുന്നതിനും 1.5 വർഷം മുൻപാണ് നക്ഷത്രയുടെ മാതാവ് വിദ്യ ജീവനൊടുക്കിയത്. അതിനുശേഷം കുഞ്ഞ് പത്തിയൂരിലെ വിദ്യയുടെ വീട്ടിലായിരുന്നു താമസം. പിന്നീട് നിർബന്ധപൂർവം ശ്രീ മഹേഷ് കുഞ്ഞിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിന് ശ്രീ മഹേഷ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. മകളുള്ളതിനാലാണ് പുനർവിവാഹം നടക്കാത്തതെന്ന തോന്നലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കുറ്റപത്രം.
കേസിൽ അറസ്റ്റിലായ ശ്രീ മഹേഷ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്നു. നേരത്തെ മാവേലിക്കര സബ് ജയിലിൽ വെച്ചും ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ വിശദമായി പോകുന്നത്. രഞ്ജിത്തിനെതിരെ പടയൊരുക്കുമെന്ന വാർത്തയിലേക്ക് കടക്കും മുൻപ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അവിടെ ഉണ്ടായ വാഹനാപകടത്തിൽ മരണം 5 നേരത്തെ 4 പേർ മരിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇപ്പോൾ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 മരണം എന്നുള്ള വാർത്ത സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അക്കാദമിയിൽ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അബദ്ധ ചിന്തകളുമായി നടക്കുന്നയാളാണെന്ന് സമാന്തര യോഗം ചേർന്ന അക്കാദമി അംഗങ്ങൾ. ചെയർമാൻ മുണ്ടിന്റെ അറ്റം പിടിച്ച് 6-ാം തമ്പുരാനായി നടക്കുന്നത് കൊണ്ടല്ല IFFK ഭംഗിയായി പോകുന്നത്. ഇത് വരിക്കാശ്ശേരി മനയല്ല. പല രീതിയിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചു. വാർത്താ സമ്മേളനം നടക്കുന്നതിന് മുൻപ് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ചെയർമാൻ തയ്യാറായില്ല. ചെയർമാന്റെ മാടമ്പിത്തരത്തിന് എതിരായിട്ടാണ് പ്രതികരിക്കുന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു. നമ്മുടെ ചെയർമാൻ്റെ ധാരണ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ഒരു 6-ാം തമ്പുരാനായിട്ട് ഇതിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതെന്നാണ്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. നമ്മളാരും അക്കാദമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങളെതിരെ നിൽക്കുന്നത്. ഈ വിഷയത്തിൽ നിലപാട് പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ചലച്ചിത്രോത്സവം ഫലപ്രദമായ ഇടപെടലോടും കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മുന്നോട്ടുള്ള യാത്രയിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ഥാനമൊഴിയേണ്ട സാഹചര്യമില്ല എന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നിലപാട്. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് CBK തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാലം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. ചലച്ചിത്രമേളയ്ക്ക് കുടിയിറങ്ങുകയാണ് ഇപ്പോൾ പ്രകാശ് രാജ് സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണം. I'm so proud of you all, of your government, of your great thinkers, writers, directors, to continue to have a festival like this, which is not tainted with ideologies. Because it is so important, because one of such festivals when I was a young guy, which chiseled me, which exposed me to a different horizons, and it taught me to perceive. And I'm sure this festival, it's not just an award festival where people are judged best films and best directors, but also gives such fair chance for the youngsters and the people of a country, citizens of this country, to be able to see different perceptions, different dimensions of world cinema. And it's a joy to be one among this wonderful tribe of cinema here. And we need to be careful with these narratives, because we know what sort of narratives. Just for an example, the attack on the parliament the other day. മേളയ്ക്ക് സമാപനമാവുകയാണ്. ഇപ്പോൾ നടൻ പ്രകാശ് രാജ് സംസാരിക്കുന്നു. AV ജയശങ്കർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചലച്ചിത്ര മേളയിൽ നിന്നും. ജയശങ്കർ, ഈ തർക്കങ്ങൾ ഒരു ഭാഗത്തിങ്ങനെ തുടരുകയാണല്ലോ ജയശങ്കർ. അതേ ഉന്മേഷ്, തർക്കങ്ങൾ തുടരുകയാണ്. IFFK സമാപനമാവുകയാണ്. സമാപന വേദിയിൽ പ്രേക്ഷകർ അല്ലെങ്കിൽ കാണികൾ രഞ്ജിത്തിനെ കൂവലോടുകൂടിയാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ IFFK ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്നാണ് IFFK
സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. രഞ്ജിത്ത് തനി മാടമ്പിത്തരമാണ് കാണിക്കുന്നതെന്നും IFFK ഉൾപ്പെടെയുള്ള പരിപാടികൾ മുന്നോട്ട് പോകുന്നത് രഞ്ജിത്ത് മുണ്ടുമടക്കി കുത്തുന്നത് കൊണ്ടല്ല, അത്രയും രൂക്ഷമായ പരാമർശങ്ങളാണ് അക്കാദമി അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ നടത്തിയത്. വലിയ തരത്തിലുള്ള പടയൊരുക്കം ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ശരി, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മേളയ്ക്ക് സമാപനമാകുന്നു. രഞ്ജിത്തിന് കൂവൽ സമാപന വേദിയിൽ. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വണ്ടിപ്പെരിയാറിലാണ്. പോലീസിനെതിരെ കുടുംബം ഒന്നടങ്കം രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വണ്ടിപ്പെരിയാറിൽ നീതി അകലെയോ? പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് കുടുംബവും. SC/ST പട്ടിക ജാതി നിരോധന നിയമം ഇത് ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്നാണ് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചത്. ആനുകൂല്യം ലഭിക്കില്ല എന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പ് ചുമത്തിയില്ല എന്ന് അറിഞ്ഞത്. പീരുമേട് MLA കത്ത് നൽകിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പം നിന്നുവെന്നും പിതാവിന്റെ ആരോപണം. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനെ ഒരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. പ്രാദേശിക നേതൃത്വം ഇടപെട്ടി കേസ് അട്ടിമറിച്ചു എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ഈ കുടുംബത്തിന്റെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി പിന്തുണ അറിയിച്ചു. തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക. രണ്ട് വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് ചെയ്യാൻ മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ, ഇപ്പോഴുള്ള തെളിവുകളും മതിയോ, ജഡ്ജ്മെൻറ്റിലെ കുഴപ്പമാണോ നോക്കണം, പരിശോധിക്കണം. അതല്ലെങ്കിൽ ഒരു പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമോ? രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് പാളിച്ചകളൊന്നും ഉണ്ടായിട്ടില്ല, തെളിവുകളെല്ലാം കൃത്യമായി ശേഖരിച്ചു എന്നാണല്ലോ. പക്ഷേ കുടുംബം പോലീസിനെതിരെ രംഗത്തെത്തുന്നു, പ്രതിപക്ഷം രംഗത്തെത്തുന്നു, ഭരണകക്ഷിയിലെ പ്രധാന പാർട്ടികൾ തന്നെ ഒന്നടങ്കം പോലീസ് വീഴ്ചയിൽ പ്രതികരിക്കുന്നു. ഇന്നും ഇത് തന്നെയല്ലേ പ്രധാന വാർത്ത ജില്ലയിൽ, രാഹുൽ? ഉന്മേഷ്, തീർച്ചയായിട്ടും ഇതിൽ ഈ പോലീസിന് എതിരായിട്ടുള്ള വീഴ്ച എന്ന് ഈ കുട്ടിയുടെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിചാരണ സമയത്ത് ഉൾപ്പെടെ പ്രതിക്കെതിരെ ഈ SC/ST അട്രോസിറ്റി ആക്ട് ചുമത്തണമെന്ന ആവശ്യമായി അവർ രംഗത്തെത്തിയിരുന്നു. പക്ഷെ പോലീസും പ്രോസിക്യൂഷനും അത് അംഗീകരിച്ചില്ല. അതിന് പ്രതിക്കൊപ്പം നിന്ന് എന്ന തരത്തിലുള്ളൊരു വാദം ഇന്ന് ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ അവർ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും തെളിവ് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടും കോടതി പറഞ്ഞ കാര്യങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല. അതൊക്കെ അവർ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും അത് തന്നെയാണ് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തത്. മാത്രമല്ല ഈ കേസിൽ രാഹുൽ ആ ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് രാഹുൽ, അത് വ്യക്തത കുറവുണ്ട്. രാഹുൽ റേഞ്ചുള്ള സ്ഥലത്തല്ലെന്ന് കരുതുന്നു. ഏതായാലും ഇന്നും ഇത് സജീവ ചർച്ചയാണ് ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ വിഷയം. നമ്മളിനി വയനാട്ടിലേക്കാണ്. വാഗേരിയിലെ നരഭൂജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഉത്തരമേഖല CCF KS ദീപ അറിയിച്ചു. അനുയോജ്യമായ സന്ദർഭത്തിൽ വെടിവെക്കും. എത്രയും വേഗം ദൗത്യം വിജയം കാണുമെന്നാണ് പ്രതീക്ഷ. നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കല്ലൂർക്കുന്നിൽ ഇറങ്ങിയ കടുവയെ സംബന്ധിച്ച് തെരച്ചിൽ നടക്കുകയാണെന്ന് DFO ഷജന കരീമും വ്യക്തമാക്കിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുർജിത്ത്, അങ്ങനെ തെരച്ചിൽ തുടരുന്നു, പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടില്ല. കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ സുർജിത്ത്? ഉന്മേഷ്, ഇന്ന് വ്യക്തമാകുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യം, CCF തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. CCF പറയുന്നത് കടുവ വനംവകുപ്പിന്റെ റഡാറിൽ തന്നെയുണ്ട്, പക്ഷേ അനുയോജ്യമായ ഒരു സ്ഥലമില്ല. പ്രത്യേകിച്ച് ആ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം ആ തരത്തിലാണ്. കാരണം ധാരാളം കാപ്പിത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ അതിനൊപ്പം പൊന്തക്കാടുകളും നിറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അനുയോജ്യമായ ഒരു സ്ഥലം കിട്ടിയാൽ മാത്രമേ വെടിവെക്കുന്ന നടപടിയിലേക്ക് കടക്കൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ് നോർത്തേൺ CC
എഫ് ആയിട്ടുള്ള KS ദീപ. മാത്രമല്ല ഇന്ന് കല്ലൂരിൽ ഇന്ന് സമാനമായ രീതിയിൽ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല അവിടുത്തെ പാടത്ത് കല്ലൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് സംഭവിച്ചത്. കല്ലൂർക്കുന്നിലെ വയലിൽ കൃത്യമായ രീതിയിൽ കടുവയുടെ അടയാളം കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെ കടുവയുടെ വിസർജ്യവും കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന വനംവകുപ്പ് പൂർത്തിയാക്കി. കല്ലൂർക്കുന്നിൽ ഇറങ്ങിയ കടുവയും വാഗേരിയിലെ കടുവയും രണ്ടും രണ്ടാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചത്. കല്ലൂർക്കുന്നിൽ ഇറങ്ങിയത് താരതമ്യേന ചെറിയ കടുവയാണ്. പക്ഷേ 13 വയസ്സോളം പ്രായമുള്ള ഏതാണ്ട് പ്രായാധിക്യമുള്ള കടുവയാണ് ഈ വാഗേരിയിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം വനമേഖല കേന്ദ്രീകരിച്ച് ഒപ്പം തന്നെ തോട്ടമേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടരുകയാണ്. ആ നടപടി നാളെ രാവിലെയും പുനരാരംഭിക്കും. ഇന്ന് രാത്രിയും കോമ്പിംഗ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സെർച്ച് ലൈറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള കോമ്പിംഗ് നടക്കാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. എന്തായാലും കടുവ വനംവകുപ്പിന്റെ റഡാറിൽ തന്നെ ഉണ്ട് എന്നുള്ള വാർത്ത വാഗേരി പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഉന്മേഷ്. ശരി, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകളിലേക്ക് വിശദമായി പോവുകയായിരുന്നു നമ്മൾ. ഇനി പൊതുജനം കഴുതേലസർ എന്ന പരിപാടി കാണാം. SK എത്തും. നമസ്കാരം.